കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ വനിത ആര് എന്ന ചോദ്യത്തിന് ഇന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: വിശുദ്ധ അൽഫോൻസ. ക്രിസ്തുവിന് വേണ്ടി ആത്മാർത്ഥമായി ജീവിക്കുന്നവരുടെ ജീവിതം സാർത്ഥകമാണ് എന്നതിന്റെ സജീവ സാക്ഷ്യമായി അൽഫോൻസാമയുടെ ജീവിതം നിലകൊള്ളുന്നു. കാളാശ്ശേരി പിതാവ് ഒരിക്കൽ അന്നക്കുട്ടിയോട് ചോദിച്ചു, ഉറക്കമില്ലാത്ത രാത്രികളിൽ നീ എന്തു ചെയ്യും? ഞാൻ സ്നേഹിക്കുകയാണ് എന്നാണ് അവൾ മറുപടി പറഞ്ഞത്. സഹനം തന്ന ഈശോയെ, സഹന കാരണം സകലത്തിനെയും അവൾ സ്നേഹിക്കുകയായിരുന്നു. സഹനത്തെ സ്നേഹമായി രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുത വിദ്യ ഹൃദ്യസ്ഥമായിരുന്നു എന്നതാണ് അൽഫോൻസായുടെ ജീവിത ദർശനത്തിന്റെ കാതൽ. നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നമുക്ക് മടിയില്ല. അമ്മ തന്റെ കുഞ്ഞിനു വേണ്ടി ഉറക്കമൊഴിക്കുന്നതിൽ പരിഭവിക്കാറില്ലല്ലോ. പ്രിയതമയ്ക്ക് വേണ്ടി എന്തു ത്യാഗം ചെയ്യാനും ഒരുവൻ തയ്യാറാകുന്നതിന്റെ പൊരുളും ഇതുതന്നെ. സ്നേഹവും സഹനവും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ പൊരുൾ അറിഞ്ഞതാണ് അൽഫോൻസായുടെ ജീവിതത്തിന്റെ വിജയരഹസ്യം. അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ വിളിയോട് വിശ്വസ്തയോടെ പ്രത്യുത്തരിച്ചു എന്നതാണ് അൽഫോൻസാമയുടെ വിജയം. എല്ലാറ്റിനെയും അൽഫോൻസാമ വിശ്വാസത്തിന്റെ അകക്കൊണ്ടുകൊണ്ട് ദർശിക്കുകയും ദൈവം അവളെ തന്റെ അത്ഭുതങ്ങൾ പതിപ്പിക്കാനുള്ള ക്യാൻവാസായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. സഹിക്കുക മാത്രമാണ് എൻ്റെ ജോലി. എൻ്റെ ആത്മനാഥൻ കുരിശിലല്ലേ മരിച്ചത്, എനിക്കും കുരിശിൽ മരിക്കണം. തൻ്റെ സഹനം കൊണ്ട് അവൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടു. അവളുടെ ജീവിതം ക്രിസ്തുവിലായിരുന്നു, മരണം ക്രിസ്തുവിലായിരുന്നു, പരലോക ജീവിതവും ക്രിസ്തുവിൽ തന്നെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ. അതായിരുന്നു അവളുടെ ജീവിത മന്ത്രം. അവൾ ദൈവത്തിന്റെ സ്നേഹഭാജനമായിരുന്നു. അവളിൽ ദൈവത്തിന്റെ സ്നേഹം വർഷിക്കപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും അവളെ വേർപെടുത്തുവാൻ കഴിയില്ല എന്ന് അവളുടെ ജീവിതം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയായി പരിണമിക്കുമെന്ന് വിശ്വസിച്ചവളാണ് വിശുദ്ധ അൽഫോൻസാമ. നിന്നിലൂടെ നീ അറിയാതെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് വർഷിക്കപ്പെടുകയാണെങ്കിൽ നീ വിശുദ്ധയാണ്, വിശുദ്ധനാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും വിശുദ്ധിയുടെ ഉപകരണങ്ങളായി മാറണം. എന്തിനധികം നമ്മുടെ നിഴൽ പോലും. ഈ വിശുദ്ധി ദൈവത്തിന്റെ ദാനമാണ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സ്നേഹ സമ്മാനം. വിശുദ്ധ അൽഫോൻസാമയുടെ വാക്കും പ്രവൃത്തിയും നിഴലും അനുഗ്രഹവർഷമായി നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. അൽഫോൻസാമയുടെ ആത്മീയതയുടെ നീളവും വീതിയും ഉയരവും ആഴവും കൊച്ചു വാക്കുകൾ കൊണ്ട് തീർക്കാൻ കഴിയുന്നതല്ല. രോഗവും സഹനങ്ങളും നിറഞ്ഞ വഴികളിലും നിത്യസന്തോഷവും സമാധാനവും നിറഞ്ഞ സ്വർഗീയ ഭവനത്തിലെത്താൻ ഉറപ്പുള്ള ആത്മീയതയുടെ വഴിവിളക്കാണ് അൽഫോൻസാമയുടെ ജീവിതം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ 12:24. ഈശോയുടെ ഈ വചനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കുടമാളൂരിലെ മുട്ടത്തുപാടത്തെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലത്ത് വീണ വിത്താണ് വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധയുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യവും ഇതായിരുന്നു. ഗോതമ്പ് മണികൾ പൊടിച്ചുണ്ടാക്കുന്ന വെണ്മയേറിയ മാവ് വീണ്ടും അഗ്നിയാൽ പുടപാകം ചെയ്യപ്പെട്ട് ഓസ്തിയാകുന്നു. അഴിയാനും പൊടിയാനും ഞെരുക്കത്തിന്റെ വഴിയിലൂടെ നടന്നു നീങ്ങാനും തയ്യാറായാൽ മാത്രമേ നമ്മിൽ ഈശോയുടെ മുഖഛായ പതിയൂ. തുവാലയിലല്ല, സ്വന്തം ഹൃദയത്തിൽ തന്നെ യേശുവിന്റെ മുഖഛായ പതിപ്പിച്ച വേറോനിക്കയാണ് വിശുദ്ധ അൽഫോൻസാമ. അൽഫോൻസാമ സുവിശേഷം ജീവിച്ച ഒരു വ്യക്തിയാണ്, സുവിശേഷത്തിന്റെ ഒരു വ്യാഖ്യാനമാണ്. ഈശോയെ അറിയാൻ അൽഫോൻസാമയിലേക്ക് തിരിഞ്ഞാൽ മതിയാകും. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള, സ്വർഗം നോക്കിക്കാണുവാനുള്ള കിളിവാതിലാണ് വിശുദ്ധ അൽഫോൻസാമ. ദൈവ സാന്നിധ്യം കൂടെ കൊണ്ടു നടന്ന വിശുദ്ധയാണ് അൽഫോൻസാമ. ആ ദൈവ സാന്നിധ്യ അവബോധമാണ് അനേകരെ ഭാരതത്തിന്റെ ലിസ്യുവായ ഭരണങ്ങാനത്തേക്ക് ആകർഷിക്കുന്നതും വിശുദ്ധയുടെ മാധ്യസ്ഥം തേടുവാൻ പ്രേരിപ്പിക്കുന്നതും. സ്നേഹത്തിന്റെ പൂർണ്ണതയായ ഈശോയെ ഈ ലോക ജനതയ്ക്ക് അതിന്റെ പൂർണ്ണതയും നൽകുവാൻ അൽഫോൻസാമ ഈശോയെ സ്വന്തം ഹൃദയത്തിൽ സംവഹിച്ചു. സഹനം അവൾക്ക് ഭാരമായിരുന്നില്ല, ഒരു വരദാനമായിരുന്നു. ഈശോ കുരിശിനെ സന്തോഷത്തോടെ ആശ്ലേഷിച്ചതുപോലെ സഹനത്തിന്റെ പുണ്യപുത്രിയായ അൽഫോൻസാമ തന്റെ വേദനകളിലും ക്ലേശങ്ങളിലും സ്വർഗം കണ്ടെത്തുവാൻ പരിശ്രമിച്ചു. ഈശോയെ അത്രമാത്രം അടുത്ത് അനുഗമിക്കുകയും ചെയ്ത അൽഫോൻസാമ തന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് പരിശുദ്ധ മറിയത്തെ പോലെ സ്വയം കീഴ്വഴങ്ങി. ആ കീഴ്വഴങ്ങലാണ് അവളെ മഹത്വപൂർണയാക്കിയതും. വിശുദ്ധ അൽഫോൻസാമ കുടുംബങ്ങൾക്കൊരു വഴികാട്ടിയാണ്. ക്ലാര മഠത്തിൽ നിന്നും ഉദിച്ചുയർന്ന കേരളത്തിന്റെ ആദ്യ വിശുദ്ധ. തിരുഹൃദയത്തോടുള്ള ഭക്തിയാൽ ജ്വലിച്ചിരുന്ന ഒരു ഹൃദയമായിരുന്നു വിശുദ്ധ അൽഫോൻസാമയുടേത്. കുടുംബങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം തേടുമ്പോൾ വിശുദ്ധ അൽഫോൻസാമയുടെ ഓർമ്മ തീക്ഷ്ണമാവുകയാണ്. അവരുടെ ജീവിതം അതിനെല്ലാം പരിഹാരമാണ് എന്നുള്ളതാണ് വാസ്തവം. സഹനം, എളിമ, വിശ്വാസം, ഭക്തി ഇവ കൊണ്ട് നിറഞ്ഞ ഈ പുണ്യവതി, ഈ വിശുദ്ധ നിത്യജീവന്റെ വചസ്സുകൾ ഒന്നൊന്നായി രുചിച്ചറിയുവാൻ എന്നും പരിശ്രമിച്ചിരുന്നു. ഈ സഹനപുഷ്പത്തിന്റെ, ഈ സഹനപുത്രിയുടെ
ആത്മീയത ഒരു പ്രകാശ ഗോപുരം പോലെ കേരള മണ്ണിൽ ഉയർന്നു നിൽക്കുന്നു. തൻ്റെ സന്യാസ വഴിയിലുണ്ടായ ദുർഘടങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ത്യാഗത്തോടെ ചെയ്തതെന്ന് നമുക്കറിയാം. പച്ചിലച്ചാറ് കണ്ണിലൊഴിച്ചും കാൽ ഉമിത്തിയിൽ താഴ്ത്തിയും സ്വയം വികൃതമാക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാമെന്നുള്ള ധാരണയിൽ ദൈവത്തോടുള്ള സ്നേഹം എത്ര ഭംഗിയായാണ് പ്രകടിപ്പിച്ചത്. ഉമിത്തിയിൽ സ്വന്തം പാദങ്ങൾ വേവിച്ചുകൊണ്ട് ലോകമോഹങ്ങളിൽപ്പെട്ട് പതറി വീഴാതിരിക്കുവാൻ അവൾ തൻ്റെ ജീവിതത്തെ കാത്തുസൂക്ഷിച്ചു. അപാരമായ ശത്രുസ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുകയും മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ പോലും സ്വയം ഏറ്റുവാങ്ങി ശിക്ഷ സ്വീകരിക്കുകയും ചെയ്യത്തക്ക രീതിയിലുള്ള സ്നേഹം വിശുദ്ധ അൽഫോൻസാമയുടെ പ്രത്യേകതയായിരുന്നു. നമ്മുടെ ജീവിതങ്ങളിലും അനാവശ്യമായ പഴിചാരലുകൾ കേൾക്കുമ്പോൾ, കുറ്റവിധികൾ കേൾക്കുമ്പോൾ, കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തോട് അവയെ ചേർത്ത് വയ്ക്കുവാൻ വിശുദ്ധ അൽഫോൻസാമയെ പോലെ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഇടങ്ങൾ, നമ്മുടെ തൊഴിലിന്റെ ഇടങ്ങൾ എത്ര മനോഹരമാകുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കുടുംബജീവിതം എത്രമാത്രം ഭദ്രമാകുമെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ളവരുടെ പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും ഏൽക്കേണ്ടി വരുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ അവയെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അപാരമാണ്. 1910 ഓഗസ്റ്റ് 19 ജനിച്ച് 9-ാം നാളിൽ മാമോദീസ സ്വീകരിച്ച് ജനിച്ചതിൻ്റെ 29-ാം നാളിൽ അമ്മ നഷ്ടപ്പെട്ട് വളരെയേറെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും തീഷ്ണമായി പ്രാർത്ഥിച്ചൊരുങ്ങിയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും എ.ഇ. അന്ന എന്ന പേരിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും ചെയ്ത വിശുദ്ധ ക്ലാരമഠത്തിന്റെ അംഗമാകുന്നത് 1927 1932 അധ്യാപക പ്രേഷിതത്വത്തിലൂടെ ഈ ലോകത്തെ സേവിച്ചു. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു അൽഫോൻസാമ എന്ന ടീച്ചർ, എ.ഇ. അന്ന എന്ന ടീച്ചർ. 1936 വൃദ്ധവാഗ്ദാനം സ്വീകരിച്ച അൽഫോൻസാമ തുടർന്ന് 10ഓളം വർഷക്കാലം അതികഠിനമായ ഗുരുതരമായ വിവിധങ്ങളായ രോഗങ്ങളാൽ സഹനത്തിന്റെ വഴികളിലൂടെ മുള്ളുവിതച്ച പാതയിലൂടെ ചരിക്കേണ്ടി വന്നു. തൻ്റെ സഹനങ്ങളെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായി കരുതി വെച്ചു യേശുവിനെ ഏൽപ്പിച്ച പുണ്യവതിയാണ് വിശുദ്ധ അൽഫോൻസാമ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സഹനങ്ങൾ അത്രയും ഇതുപോലെ ആത്മാക്കളുടെ രക്ഷയ്ക്കായും ഇനിയും മനസ്തപിക്കാത്ത കൊടും പാപികളായ ക്രൂരത ചെയ്യുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയും സമർപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും. വളരെ ചുരുക്കം പേർ മാത്രമാണ് അൽഫോൻസാമയുടെ ചരമ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് എന്ന് നാം വായിച്ചിട്ടുണ്ടല്ലോ. റോമളൂസ് അച്ഛൻ്റെ പ്രവചനം പൂർത്തിയായതുപോലെ ഭാരതത്തിൻ്റെ ലിസ്യു എന്ന പേരിൽ ഭരണങ്ങാനം ഇന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ വിശുദ്ധ തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു സ്നേഹം പരിപാലിച്ചതിൻ്റെ, വചനം ജീവിച്ചതിൻ്റെ സാക്ഷ്യമായിട്ടാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നതിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കൊച്ചു നിമിഷങ്ങളിൽ പോലും, ചെറിയ ജീവിതമാണെങ്കിൽ പോലും, മറ്റാരും കാണാത്തതും വളരെ ഉയരത്തിലല്ലാത്തതുമായ ജീവിതമാണെങ്കിൽ പോലും അതിനകത്തെല്ലാം നമ്മുടെ സ്നേഹവും നമ്മുടെ സഹനവും നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗങ്ങളും വിശ്വാസത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്ക് അത് കാണിക്കയായി സമർപ്പിക്കുവാൻ ഓരോ കുടുംബനാഥയ്ക്കും സാധിക്കുമ്പോൾ കുടുംബം സമൃദ്ധിയിൽ, വിശ്വാസത്തിൻ്റെ സമൃദ്ധിയിൽ വളരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കുടുംബത്തിലുണ്ടാകുന്ന ദൈവവിളിക്ക് ചിലപ്പോഴെങ്കിലും കുടുംബം തന്നെ തടസ്സം നിൽക്കാറുണ്ട്. കുടുംബം തന്നെ തടസ്സം നിന്ന ഒരു ദൈവവിളി ചരിത്രമാണ് വിശുദ്ധ അൽഫോൻസാമയ്ക്കുണ്ടായിരുന്നത്. ഈശോയുടെ 5 തിരുമുറിവുകളെ ഓർത്ത് എൻ്റെ ദൈവവിളിയെ തടസ്സപ്പെടുത്തരുതേ എന്ന് പേരപ്പനോടും വളർത്തമ്മയോടും യാചിക്കുന്ന അൽഫോൻസാമയുടെ ചിത്രം മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കണം. വിവാഹത്തെക്കാൾ മരണം എന്നവൾ ഹൃദയത്തിൽ ഉറപ്പിച്ചു. സന്യസ്ത വിളികൾക്കും സഭാ നേതൃത്വങ്ങൾക്കുമെതിരെ ഇന്ന് പലരും പല വിധത്തിൽ മുറവിളി കൂട്ടുകയും ആക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്യുന്ന കാലത്ത് ഈശോയുടെ ശുശ്രൂഷയിലേക്ക് വളരുവാൻ എത്രമാത്രം ആഗ്രഹിച്ച പുണ്യവതിയാണ് നമുക്ക് ഭാഗ്യമായി ലഭിച്ച വിശുദ്ധ അൽഫോൻസാമ എന്ന് സ്മരിക്കാം. വിരിച്ച മണലിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന പേരപ്പനെ കണ്ടു വളർന്ന ചരിത്രമാണ് വിശുദ്ധ അൽഫോൻസാമയുടേത്. പേരപ്പനും പേരമ്മയും മടിയിലെടുത്തു വെച്ച് പറഞ്ഞുകൊടുത്ത സാരോപദേശ കഥകളും വിശുദ്ധന്മാരുടെ രക്തസാക്ഷിത്വ വിവരണങ്ങളും വിശുദ്ധരുടെ കഥകളുമെല്ലാം കേട്ടു വളർന്ന ആ മകൾക്ക് ഈശോയെ സ്നേഹിക്കുവാനല്ലാതെ മറ്റെന്താണ് കഴിയുക? ഈശോയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ അമ്മയോടും ഒരുപാട് വിശുദ്ധരോടുമുള്ള തൻ്റെ അടുപ്പം വിശുദ്ധ അൽഫോൻസാമയുടെ ജീവചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും.
ദൈവഹിതം തന്നിൽ നിറവേറട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് വിശുദ്ധ അൽഫോൻസാമയുടെ ഓരോ നിമിഷവും കടന്നുപോയത്. അത്രമാത്രം ക്രിസ്തീയ സാക്ഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകിയ വിശുദ്ധയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ അൽഫോൻസാമയിൽ വിളങ്ങി നിന്ന മറ്റൊരു പുണ്യം എത്രമാത്രം വിധേയപ്പെട്ടാണ് ആ സന്യസ്ത മഠത്തിൽ, ക്ലാരമഠത്തിൽ ജീവിച്ചത് എന്നുള്ളതാണ്. പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം അത് ഛർദ്ദിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായ വിശുദ്ധ അൽഫോൻസാമയോട് അധികൃതർ വിശുദ്ധ കുർബാന സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് അതേപടി അനുസരിക്കാനുള്ള ഒരു വിധേയത്വം, വിനയം വിശുദ്ധ അൽഫോൻസാമ കാണിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ എത്രമാത്രം സഭയോടും സഭാമക്കളോടും കുടുംബത്തോടും കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും വിധേയപ്പെട്ടാണ് നാം കഴിയുന്നതെന്നുള്ള ഒരു പുനർവായന വളരെ നല്ലതാണ്. മുട്ടത്തുപാടത്ത് അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അനിതര സാധാരണ വ്യക്തിത്വമുള്ള അൽഫോൻസാമ വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് മാതൃകയാകട്ടെ. അൽഫോൻസാമയുടെ വിശുദ്ധിയുടെ രാജപാതയിലെ നാഴികക്കല്ലുകളായ പുണ്യങ്ങൾ ഓരോന്നും ഓരോരുത്തരും ഹൃദയസ്ഥമാക്കുമ്പോൾ വളരെ പെട്ടെന്ന് സ്വർഗീയോന്മുഖമായി ജീവിക്കുവാനുള്ള കൃപ നമ്മിൽ നിറയാൻ തുടങ്ങും. ധാരാളം രോഗസൗഖ്യങ്ങളും നമുക്ക് ലഭിക്കും. ജീവിതത്തിൽ ലഭിക്കാമായിരുന്ന ലൗകിക സുഖങ്ങളെല്ലാം നിരുപാധികം വെടിഞ്ഞ് അനശ്വര സമ്പത്ത് ലക്ഷ്യമാക്കി ആത്മനാഥനായ മിശിഹായ്ക്ക് സമ്പൂർണ്ണം നടത്തിയ അൽഫോൻസാമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് മാതൃകയാകണം. സന്യാസ ജീവിതത്തിന്റെ കാതലായ ദർശനം മിശിഹായെ അടുത്തറിഞ്ഞ് അനുധാവനം ചെയ്യുന്നതിൽ അധിഷ്ഠിതമാണ്. ഈശോയാണ് ഈ ജീവിത സമർപ്പണത്തിന്റെ അന്തസത്തയും അച്ചുതണ്ടും. കുരിശിന്റെ വഴിയിൽ നടന്നു നീങ്ങിയ ലോകരക്ഷകനെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയവരിൽ വളരെ ശോഭിതയായ പുണ്യവതിയാണ് വിശുദ്ധ അൽഫോൻസാമ. തിരുസഭയുടെ മനസ്സിലേക്ക് കേരള സഭയുടെ ഭൂമികയിൽ നിന്ന് ഫ്രാൻസിസ്കൻ ചൈതന്യം ആവാഹിച്ചെടുത്ത് ആദ്യമായി ഉദിച്ചുയർന്ന സുഹൃത പുഷ്പമാണ് ഈ വിശുദ്ധ. സഹനത്തെ സ്നേഹമെന്ന ജീവിതം കൊണ്ട് പരിഭാഷപ്പെടുത്തിയ അൽഫോൻസാമ സഹനക്കുരുക്കിൽ തകരുന്ന എത്രയോ മനസ്സുകൾക്കാണ് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ വന്ന് നമ്രശിരസ്കരായി നിന്ന ഭരണങ്ങാനത്തെ കുഴിമാടം സൂര്യനുള്ള കാലത്തോളം നൽകുന്ന സന്ദേശം ഈ ലോകമല്ല, ക്രൂശിതനാണ് യഥാർത്ഥ ശരി എന്ന സനാതന സത്യത്തിൻ്റെതാണ്. നല്ല ആരോഗ്യത്തിനും ബുദ്ധിശക്തിക്കും പരീക്ഷാ വിജയത്തിനും പല സ്ഥാനമാനങ്ങൾക്കും അധികാര കസേരകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ദൈവമേ എനിക്ക് സഹനം തരണമേ എന്ന ഒരു നിഷ്കളങ്ക പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർത്തിയ വിശുദ്ധ അൽഫോൻസാമ മാതൃകയാവണം. കുരിശിനെ സ്നേഹിക്കാൻ വരം കിട്ടിയ അൽഫോൻസ അപരരുടെ ജീവിതത്തിലെ കുരിശുകൾ കൂടി ഏറ്റെടുത്ത് കുരിശിനോടുള്ള തന്റെ യഥാർത്ഥ പ്രണയം വെളിപ്പെടുത്തിയിരുന്നു. കാളാശ്ശേരി പിതാവിനെ ബാധിച്ച മലമ്പനി ഏറ്റെടുത്ത് പിതാവിനെ രോഗവിമുക്തനാക്കിയപ്പോഴും ക്ലാരമഠത്തിലെ സിസ്റ്റർ ത്രേസ്യായുടെ രോഗം ഏറ്റെടുക്കുമ്പോഴും അവൾ തന്റെ ദിവ്യനാഥനോട് അനുരൂപപ്പെടുകയായിരുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി അവിടുന്ന് നൽകുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതും അപരന്റെ കുരിശുകളെ ലഘൂകരിക്കാൻ തന്നാലാവുന്ന സഹനത്തിന് തയ്യാറാകുന്നതുമാണ് എന്ന അൽഫോൻസാമയുടെ ജീവിത ദർശനം സുവിശേഷത്തിന്റെ സാരസംഗ്രഹം തന്നെയാണ്. സഹനത്തെ ശല്യമായി കണ്ടൊഴിവാക്കാൻ ഓടുന്നത് നിഴലിനെ പിടിക്കാനുള്ള പാഴ്ശ്രമം പോലെയാണെന്ന തിരിച്ചറിവാണ് അൽഫോൻസാമയെ നമ്മിൽ നിന്നും വ്യത്യസ്തയാക്കുന്നതും സഹനദാസിയാക്കിയിരിക്കുന്നതും. ഭൂമിയിലെ സകല നന്മകൾക്കും പിന്നിൽ ആരുടെയെങ്കിലുമൊക്കെ വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും സഹനത്തിന്റെയും കഥയുണ്ടെന്ന് അൽഫോൻസ അറിഞ്ഞിരുന്നു.